ഇന്ത്യയുടെ പ്രധാനമന്ത്രി ABP ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് 1982 പുറത്തിറങ്ങിയ ഗാന്ധി സിനിമയ്ക്കു ശേഷമാണ് ലോകം മഹാത്മാഗാന്ധിയെ കുറിച്ച് അറിഞ്ഞതെന്നായിരുന്നു. हमारे तीर्थ क्षेत्रों का सिर्फ नहीं, क्या इस 75 साल में हमारी जिम्मेवारी नहीं थी क्या कि पूरी दुनिया महात्मा गांधी को जाने? तब दुनिया में क्यूरियोसिटी हुई, अच्छा ये क्या कौन है? हमने नहीं किया जी. പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്കെതിരെ പ്രതിപക്ഷമൊന്നാകെയും മറ്റു മേഖലയിലുള്ളവരും രംഗത്തു വന്നു. 1982 മുൻപ് ലോകരാജ്യങ്ങളിൽ ഗാന്ധി അംഗീകരിക്കപ്പെട്ടിരുന്നില്ലേ? ചരിത്രത്തിലേക്കൊന്ന് നോക്കിയാൽ ഗാന്ധിക്ക് ലോകപ്രസിദ്ധരായുള്ള പലരുമായുള്ള ആത്മബന്ധം നമുക്ക് കാണാം. 1939 ഗാന്ധിജിക്ക് കത്തെഴുതിയ ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിജിയുടെ വ്യക്തിത്വത്തിന്റെ അവിശ്വസനീയമായ ശക്തിയെക്കുറിച്ച് കത്തിൽ വാചാലനാകുന്നുണ്ട്. നെൽസൺ മണ്ടേല മഹാത്മാഗാന്ധിയെ വിശുദ്ധനായ പോരാളി എന്നാണ് വിശേഷിപ്പിച്ചത്. 1950കളിൽ മാർട്ടിൻ ലൂതർ കിങ് മഹാത്മാഗാന്ധിക്ക് കത്തെഴുതുന്നുണ്ട്. ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന വഴി സാധ്യമാക്കുകയാണെന്ന് തെളിയിച്ച വ്യക്തിയാണെന്നാണ് മഹാത്മാഗാന്ധിയെ കുറിച്ച് മാർട്ടിൻ ലൂതർ എഴുതുന്നത്. അതിനുദാഹരണമായി അദ്ദേഹം ഗാന്ധിയുടെ അഹിംസയിലൂന്നിയിരുന്ന സമര രീതിയെയും പരാമർശിക്കുന്നുണ്ട്. ഗാന്ധി തന്റെ ഗുരുവായി കണക്കാക്കിയിരുന്ന ഒരു വ്യക്തിയുണ്ട്, ലിയോ ടോൾസ്റ്റോയ്. നേരിട്ടു കാണാൻ ഇരുവർക്കും സാധിച്ചില്ലെങ്കിലും ടോൾസ്റ്റോയും ഗാന്ധിയും നിരവധി കത്തുകളിലൂടെ സംവദിച്ചു. അതും ഗാന്ധി ഇന്ത്യയിൽ എത്തുന്നതിന് മുൻപ്. സിനിമയെ കുറിച്ചാണല്ലോ നരേന്ദ്രമോദി പറഞ്ഞത്. ഇവർ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തെക്കുറിച്ച് പറയുന്ന ലിയോ ടോൾസ്റ്റോയ് ആൻഡ് മഹാത്മാഗാന്ധി എന്ന പേരിൽ ഒരു സിനിമ തന്നെയുണ്ട്. ടോൾസ്റ്റോയ് മരിക്കുന്നത് മോദി പറഞ്ഞ 1982 കുറെ മുൻപ് 1910 ലോകത്താകമാനമുള്ള ഗാന്ധി പ്രതിമകളുടെ കൂടി ചരിത്രം പറഞ്ഞാലാണ് ഇത് പൂർത്തിയാവുക. 1952 അമേരിക്കയിലെ കാലിഫോർണിയയിലെ ലേക്ക് ഷ്രൈനയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ലോകത്തെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഗാന്ധി പ്രതിമയാണ്. നരേന്ദ്രമോദി പറഞ്ഞ 1982 ഗാന്ധി സിനിമയ്ക്ക് മുൻപ് തന്നെ അമേരിക്ക ഗാന്ധിയെ അംഗീകരിക്കുന്നുണ്ട്. അമേരിക്കയുടെ വിഖ്യാതമായ ചാമ്പ്യൻസ് ഓഫ് ലിബർട്ടി സ്റ്റാമ്പിൽ 1961 മഹാത്മാഗാന്ധിയുടെ ചിത്രം വരുന്നുണ്ട്. തങ്ങളുടെ സ്വന്തം രാജ്യത്തെ സ്വതന്ത്ര പോരാട്ടങ്ങളുടെ ഭാഗമായവരെ ആദരസൂചകമായി അമേരിക്ക സ്റ്റാമ്പിൽ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഗാന്ധി അതിൽ ഇടം പിടിച്ചത്. ഇതെല്ലാം കൊണ്ട് തന്നെ ഗാന്ധിയെ ലോകമറിഞ്ഞത് 1982 ശേഷമാണെന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് ചരിത്രം മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്നേ പറയാനുള്ളൂ.